ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ്, 4ാമത്തെ എപ്പിസോഡാണ്. സോ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സെന്നാണെങ്കിൽ വാഷ്റൂമിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു റെഡ് സൈറൺ മുഴങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ബ്ലഡിങ്ങിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ ആകെ ടെൻഷനിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം മാറ്റിനെ കാണാൻ, മാറ്റ് ഇവൾക്ക് വേണ്ടി പുറത്ത് നിൽക്കുന്നുള്ള കാര്യം അറിയാം. സോ മാറ്റിനെ അവൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ പാട് രണ്ടാൾക്കാർ അവിടെ കാണും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റ് ആണെങ്കിൽ അവരെ കണ്ണിൽ പെടാതെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സെന്നിനെ അവരുടെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒപ്പം ബാക്കിയുള്ള രണ്ട് പേര് അങ്ങനെ 2-3 ഒരുപാട് പേര് അവിടെ കൂടുന്നുണ്ട്. കാരണം ഒരു കൊല നടത്താനുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് എല്ലാവരും. കാരണം ബ്ലഡി നൈറ്റ് ആവുമ്പോൾ സാധാരണയായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. സോ ഈ ഒരു സെന്നും മാറ്റും ആണെങ്കിൽ കൂടെ അവരുടെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാൻ. സോ അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അവിടെ തട്ടിയിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അത് അവർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെന്നിൻ്റെ പിന്നാലെ അവർ ഓടി പോകുന്നുണ്ട്. അപ്പോൾ അവർ ചെന്നെത്തുന്ന ഒരു ഡോറിൻ്റെ മുന്നിൽ കഷ്ടിച്ച് അവിടെ നിന്ന് ആ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ അവരതിന്ന് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ അവരവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വേറൊരു ടീമും മറ്റേ സൈഡിൽ നിന്ന് വേറൊരു ടീമും കൂടെ വരുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു ഫേസ് മാസ്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുള്ളത് ഇത് നിക്കിയാണെന്നാണ്. അത് അവിടെ നമ്മുടെ സെന്നിനോടുള്ള സംസാരത്തിൽ നിന്നും അത് മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം ബ്ലഡി നൈറ്റിൽ ഒരുപാട് കൊലയും കാര്യങ്ങളൊക്കെ നമ്മുടെ നിക്കി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അവർ സൈഡിലേക്ക് നോക്കിയപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ, അവർ മുന്നിലേക്ക് നോക്കിയപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ, അങ്ങനെ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫൈനൽ ഡിസിഷനിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവർ മൊത്തത്തിൽ ഫൈറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ സെന്നും മാറ്റും നല്ല അടിപൊളിയായിട്ട് പക്ക പ്രൊഫഷണലോട് കൂടി തന്നെ അവരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് ഒരുപാട് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇവരാണെങ്കിൽ അതൊന്നും ബോധർ ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ അവിടെ ചെറുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. ഒരു ടീംസ് എല്ലാവരെയും കൊല്ലാന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത്രയും സ്ട്രോങ്ങിലാണ് നമ്മുടെ സെന്നിൻ്റെ മേത്തൊക്കെ ഓരോ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ സെന്ന് നല്ല രീതിയിൽ തന്നെ അതിനെ പൊരുത്ത് നിൽക്കുന്നുണ്ട്. അവൾ ഓരോ കാര്യങ്ങൾ, ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ആയുധങ്ങൾ വീശുന്ന സമയത്തൊക്കെ ആണെങ്കിലും അതിന് തെങ്ങി മാറിയിട്ടൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ മാറ്റിൻ്റെ ഒരു കാലുമേക്ക് ഒരാൾ ഒരു നെയിലിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ ആ ഒരു പെയിനും കാര്യങ്ങളും നോക്കാതെ അവിടെ അടുത്ത് നിന്ന് വേഗം രക്ഷപ്പെട്ട് പോവുകയാണ്. സോ രക്ഷപ്പെട്ട് പോകുമ്പോൾ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് ഓടി പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് നിൽക്കാന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് അവർ പോകുന്നുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാവരും അവരെ നല്ല തിരഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മുടെ നിക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവളെ കൊല്ലണം എന്നുള്ള ഒരു രീതിയിൽ. സോ ഇവരെല്ലാവരും കൂടെ ഇവരെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ട്, ന്യൂബീസിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു കൂടുതലായിട്ടും നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സെന്നും മാറ്റും ആണെങ്കിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് നല്ലോണം ആഗ്രഹമുണ്ട്. മാറ്റാണെങ്കിൽ അവരോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് പോവാം, നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സെന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് നമുക്ക് കിട്ടിയൊരു ചാൻസ് ആണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. സോ അതിന് നമ്മളിവിടെ നിന്നേ മതിയാവും. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു. ഏകദേശം നമ്മൾ പാതി ജീവനോടെ മരിച്ചു കഴിഞ്ഞ ഒരു അവസ്ഥയാണ്. സോ നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് ഓരോ വഴികൾ തുറന്നു തരികയാണ്. ഓരോ കാര്യങ്ങൾ അറിയാത്തതൊക്കെ നമ്മൾ ഓരോന്ന് പുതുതായിട്ട് പഠിച്ചു വരികയാണ്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഇതിൻ്റെ എന്തൊക്കെ ഡേഞ്ചറസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, ഈ ഒരു നൈറ്റിൽ എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ മാറ്റാണെങ്കിൽ പറയുന്നുണ്ട് പ്ലീസ് എന്ന് പറഞ്ഞ് ഒരുപാട് അവളോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെന്നാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു നോ എന്നുള്ള രീതിയിൽ തന്നെ മാറ്റിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവൾ ഭയങ്കര ക്യൂരിയസ് ആണെന്നുള്ള കാര്യം അവനറിയാം. പക്ഷേ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവനുള്ളൂ. പക്ഷെ അവൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇവർ രണ്ടുപേർക്കും ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവൻ്റെ ആ ഒരു കൊതി കൊണ്ട് ഇവർ അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെ കുറച്ച് അധികം നേരം ആ ഒരു ബോക്സിൽ നിന്നിട്ട് അവർക്ക് ശ്വാസം മുട്ടിയിട്ട് പുറത്തിറങ്ങാം, പുറത്തുള്ളവരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരവിടുന്ന് പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നെയിലേറ്റ് ആ ഒരു ടീം ഇവൻ്റെ കാൽമയ്ക്ക് കുത്തിയതുകൊണ്ട് തന്നെ അവർക്ക് നടക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കരമായിട്ട് ടയേർഡാവുക, ക്ഷീണിച്ചവിടെ വീഴാൻ പോവുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവളോട് നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോയിക്കോ, എൻ്റെ കാര്യം എന്നെ ഇവിടെ ഉപേക്ഷിച്ചോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും സാധിക്കില്ല മാറ്റ്, നിന്നെ ഇവിടെ വിട്ടേച്ച് എനിക്ക് പോകാൻ സാധിക്കില്ല, നിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവും, നീ റിക്കവർ ആവുക എന്നുള്ള രീതിയിൽ അവനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവനെ തീരെ വയ്യാത്ത രീതിയിൽ അവിടെ വീഴുന്നുണ്ട്. അവൾക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളും. അവിടെ നോക്കുമ്പോൾ ഒരു നെയിലേറ്റ് കുത്തിയിട്ട് ചെറിയൊരു മുറിവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ അത് അവനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരാണെങ്കിൽ ആകെ ക്ഷീണിതനായിട്ട് അവളുടെ മടിയിലേക്കാണ്ട് വീഴുന്നുണ്ട്. അവൻ്റെ ബോധം നല്ല രീതിയിൽ നഷ്ടമാകുന്നുണ്ട് കേട്ടോ ഓരോ ടൈമിലും. അവളാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഇരുന്ന് കരയുന്നുണ്ട്. കാരണം ഇവിടെ വരുന്ന ഇവർ 6 പേര് ഒരുമിച്ച് വന്നിട്ട് ഇവിടെ മാറ്റിനിപ്പോൾ അപ്പോൾ മാറ്റ് അൺകോൺഷ്യസ് ആകുമ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ അവരുടെ അടുത്തേക്കാണെങ്കിൽ ഈ ഒരു ടീം എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും, ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മാറ്റോടെ വീണ് കിടക്കുകയാണ്. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ഞങ്ങളൊരു തെറ്റും കാര്യങ്ങളൊന്നും നിങ്ങളോട് ചെയ്തിട്ടില്ല, നിങ്ങളെ ബോധരേ ചെയ്യാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു പോവുകയാണ്, ഞങ്ങളൊന്ന് വെറുതെ വിട്ടൂടെ എന്നുള്ള കാര്യങ്ങൾ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊരിക്കലും അവളെ വിടില്ലല്ലോ, ഭയങ്കര അവരെ പരിഹസിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയും ഞാൻ നിങ്ങളോട് ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ 6 പേരും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ
ഇങ്ങനെ ഇതാക്കുന്നത്, ഞങ്ങൾ ദയവ് ചെയ്തൊന്ന് വിട്ടുകൂടിയെന്ന് അവളിങ്ങനെ കെഞ്ചി പറയുന്നുണ്ട്. പിന്നീട് അവൾക്ക് ഫ്രസ്ട്രേഷൻ ആയിട്ട് അവൾ 1 2 3 ആ രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിൽ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഉറക്കെ. ആ ഒരു സമയത്താണെങ്കിൽ വേറൊരു കൗണ്ടും കൂടെ കേൾക്കുന്നുണ്ട്. അവളുടെ കൗണ്ടിനപ്പുറം നല്ല സ്ട്രോങ്ലി വോയിസ് ആയിട്ട് ഇങ്ങനെ ഓരോ കൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കൗണ്ട് കേട്ടപ്പോൾ അവിടെ എല്ലാവരും കൂടെ അവിടുന്ന് വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ എന്താണ് ഇവരെല്ലാവരും പോകാൻ കാരണം, അത് ആരാണ് ആ ഒരു കൗണ്ട് ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവളുടെ ബാക്കിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആരാണ് എന്താണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒരു മാസ്ക് ധരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവളെ രക്ഷപ്പെടുത്താന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മാറ്റിനെ രക്ഷപ്പെടുത്താന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ വന്ന ആളാണെങ്കിൽ നമ്മുടെ മാറ്റിനെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താണ് അവന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ബാക്കിയുള്ള 5 പേരെ കേട്ടോ. ഇവരാണെങ്കിൽ വേഗം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക്, ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. വേഗം തന്നെ ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈമും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഒരു ഭയങ്കര ടെൻഷനിൽ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ടേബിളും കാര്യങ്ങളൊക്കെ ആ ഒരു വാതിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആർക്കും അകത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോ സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വെക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇവർ ചിന്തിക്കുന്നില്ല അവരുടെ കൂടെ സെന്നും മാറ്റുള്ള കാര്യം. പെട്ടെന്ന് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വെക്കിനിടയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജിറോം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സെന്നും മാറ്റും ഇല്ല നമ്മളെ കൂടെ, അവർ പുറത്താണെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവർക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം നേരത്തെ ഒരു വാഷ്റൂമിൽ പോയ പിന്നെ ഈ ഒരു സൈറൻ കേട്ടപ്പോൾ വേഗം ആ ഒരു വെപ്രാളത്തിൽ ഇങ്ങോട്ട് അകത്തേക്ക് വന്നത്. ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ് ആണെങ്കിൽ ഇന്ന് ഒരു ബ്ലഡിനായിട്ട് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഇവർക്ക് ഏകദേശം സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇനി അവരുടെ അടുത്തെങ്കിലും അവരുടെ അടുത്ത് ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടാവും എന്നുള്ള മാറ്റും സെന്നും എന്നുള്ള രീതിയിൽ മിയ പറയുമ്പോൾ മിയേനോട് വാന് ചൂടാവുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ വാന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവർ തിരിച്ചു വരും, അത് എനിക്ക് വിശ്വാസമാണെന്നുള്ള രീതിയിൽ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ സെന്നും മാറ്റാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. സോ എന്തായാലും അവരുടെ അടുത്ത് അകപ്പെടാതെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ ആ ഒരു മുഖംമൂടി ധരിച്ച മനുഷ്യനാണെങ്കിൽ നമ്മുടെ മാറ്റിനെ എടുത്ത് സെന്നിനെ കൂട്ടിയിട്ട് ആ ഒരു ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ഒരു വരുന്ന കാഴ്ചയാണെങ്കിൽ ഈ 5 പേര് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് പറ്റിയെന്നുള്ളൊരു ടെൻഷൻ ഇവർക്കുണ്ട്. മാറ്റാണെങ്കിൽ ഫുള്ളി അൺകോൺഷ്യസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ട് മാറ്റിന് എന്താ പറ്റിയതെന്ന്. സോ ഇവർ വേഗം തന്നെ ആ ടേബിൾ പുറത്തേക്ക് ഇട്ടിട്ട്, അകത്തേക്ക് വലിച്ചിട്ടിട്ട് ആ ഒരു ടേബിളിൽ മാറ്റിനെ കിടത്തുന്നുണ്ട്. എന്നിട്ട് ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സെന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്ന് 2 പേരും കൂടെ ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിനെ കണ്ടു, സോ അവരായിട്ട് ഫൈറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ മാറ്റിനെ നെയിൽ കൊണ്ട് കുത്തി എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട് ആ ഒരു ഗ്യാങ്. സോ അതിൻ്റെ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മുറിവാണ്, പക്ഷേ എന്താണ് ഇവന് പറ്റിയതെന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സെന്നിനാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. കാരണം അവളുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നല്ലോ അൺകോൺഷ്യസ് ആയി മാറിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഈ ഒരു മുഖംമൂടി ധരിച്ച മനുഷ്യൻ പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു മുറിവിൽ നിന്ന്. സോ അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പോയിസണും കാര്യങ്ങളും മാറാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ പുരട്ടിയാൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മിയനോട് പറയുന്നുണ്ടായിരുന്നു ഓയിൽമെൻറ്റ്, ഈ ഒരു മുറിവിന് വേണ്ടിയിട്ടുള്ള ഓയിൽമെൻറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ അവൾ എടുത്തിട്ട് വന്നിട്ട് അതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ മുഖംമൂടി ധരിച്ച ആൾ പറയുന്നുണ്ടായിരുന്നു മാറ്റ് സ്ട്രോങ് ആണെങ്കിൽ അവൻ എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റും, സോ അവൻ എന്തായാലും സർവൈവ് ചെയ്യും, നിങ്ങൾ അവൻ്റെ കൂടെ എപ്പോഴും വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോൾ സെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് മാറ്റ്, നീ എണീക്കും എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ഒരു മുഖംമൂടി ധരിച്ച ആളെ കാണാനില്ല. അയാളാണെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ നടന്ന് എന്തോ ഒരു രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ആ മാസ്ക് ഊരുമ്പോൾ ഒരു പുതിയൊരാളിനെ നമ്മളിവിടെ കാണുന്നത്. ഇവൻ ആരാണ്, എന്താണ്, ഏത് ഗ്യാങ്ങിലാണ് പെടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വഴി അറിയാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നത്, സോ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് സൈനിങ് ഔട്ട്, ബൈ.